ഓക്കെയാണോ? നിങ്ങൾ ഓക്കെയാണോ? ഹായ്, നല്ല സന്തോഷത്തിലാണല്ലേ എല്ലാവരും? ഓക്കെ. അപ്പോൾ ശരിക്കും എല്ലാ സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? നല്ല റിപ്പോർട്ടാണ് വരുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമ്മളെല്ലാവരും അതനുസരിച്ച് അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു രീതിയിലാണല്ലോ കഥ പറഞ്ഞു പോണേ. അപ്പോൾ അതൊക്കെ ചർച്ചയായിട്ട് ആരെങ്കിലും വന്ന് സംസാരിക്കുമോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? പടം കണ്ടിറങ്ങിയവർ അത് വളരെ പോസിറ്റീവായിട്ട് അത് ആസ്വദിച്ചവരാണ് നല്ല റെസ്പോൺസ് തന്നിരിക്കുന്നത്. എല്ലാവർക്കും രതീഷേൻ്റെ റൈറ്റിംഗിലെ ആബ്സർഡിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ജോണർ. പിന്നെ ഒത്തിരി തമാശകളുണ്ടായിരുന്നു, അവരൊക്കെ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്. ഓക്കെ. കുട്ടികൾക്ക് അടക്കം ഒത്തിരി ചിരിക്കുന്ന മൂമെന്റ്സ് കണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എന്ത് തോന്നി പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ? ആദ്യത്തെ ഷോയിൽ തന്നെ അത്യാവശ്യം നല്ല ചിരി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടാമത്തെ ഷോ ആദ്യം നമ്മൾ ഇവിടെയാണ് കാണുന്നത്, രണ്ടാമത് നമ്മൾ ഷെർണാസിൽ പോയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ പോയി കണ്ടപ്പോൾ ആദ്യം കണ്ടതിനേക്കാളും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രേക്ഷകരുടെ റെസ്പോൺസും ആദ്യത്തെ ഷോയിനെക്കാളും വലിയ റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ പേഴ്സണലി നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ നമുക്കും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് നടക്കുകയായിരുന്നു. ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ അകത്തൂടെ പറയുന്നത്, അതായത് ആദ്യത്തെ കാഴ്ചയിൽ ചിലപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിച്ചൊന്നും വരില്ല. രണ്ടാമത് കാണുമ്പോഴായിരിക്കും നമ്മൾ നോട്ട് ചെയ്യാത്ത കുറേ ചെറിയ 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 പോയിന്റ്സ് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു എന്റർടൈനിങ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നതാണ് എങ്ങനെയാണ്, എന്താണ് ഒന്നും കൂടെ കാണുന്നതാണല്ലേ? അപ്പൊ തീർച്ചയായിട്ടും പ്രേക്ഷകരോടും അത് തന്നെയാണ് പറയുന്നത്. 2 തവണ കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടല്ലേ? കൂടുതലായിട്ട് സോങ്സ് ഉണ്ട്, നല്ല ഡാൻസുകളൊക്കെ ഉണ്ട്, തുള്ളാൻ കൂടെ സമയമുണ്ട്. പിന്നെ ഈ തമാശ പറയുന്നതിന്റെ കൂട്ടത്തിലായിട്ട് ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പല കാര്യങ്ങളെ പറ്റിയിട്ടും. പക്ഷെ അത് ലേയേഴ്സിലുണ്ട്. അതെ, ഒരുപാട് ലേയേഴ്സ് നമ്മൾ പലപ്പോഴും മനസ്സിലാവും. ഓക്കെ. എന്തായിരുന്നു ഒരു ഫീലിംഗ് ഇപ്പൊ ഇത്? കാരണം നമ്മള് മലബാർ സ്ലാങ്ങിലെ ചെറിയ ചെറിയ തമാശകളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം എല്ലാവരും കൺസീവ് ചെയ്ത് ചിരിക്കുന്നുണ്ട് നന്നായിട്ട്. ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഈ സെക്കൻഡ് ടൈം വാച്ച് ചെയ്യുന്ന ടൈമില് എല്ലാവരും ഭയങ്കര ആർപ്പോളിയും ചിരിയല്ലായിരുന്നു ഒടുക്കം വരെ. അതായത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സെന്റിമെന്റ്സ് സീനാണെങ്കിലും നന്നായിട്ട് കണക്ട് ചെയ്ത് നല്ല എല്ലാ ആർട്ടിസ്റ്റും പുതിയതാണെങ്കിലും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ ചെയ്തു. എല്ലാവരും പെർഫോമൻസ് ഒന്നിനൊന്നും മെച്ചായിട്ടാണ് തോന്നിയത്. ശരണ്യ എടുത്ത് നിർത്തി പറയുന്നതല്ല, ധനേശ്വരനാണെങ്കിലും ബസ് അതുപോലെ അതിന് ചെയ്ത കുറേ നാടക പിന്നെ ചിത്രയുടെ സ്വതസിദ്ധമായ ഭാഷ തന്നെ ഉപയോഗിക്കാൻ പറ്റി. ഇവർക്കൊക്കെ കുറച്ച് പണിയെടുക്കേണ്ടി വന്നു. അതെ അതെ. അല്ല, എന്റെ ക്യാരക്ടർ ചാർലത് അത് വരുന്നത് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഞാൻ വേറെ നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതിന്റെ സ്ലാങ്ങിലും അപരിചിത്വം കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെയാണ്. പിന്നെ അതുകൂടാതെ ശരണ്യക്ക് തിയേറ്റർ പെർഫോം ചെയ്യാനുണ്ട്, അതിന്റെ ലാംഗ്വേജ് വേറെ ഒരു. അതെ അതെ അതെ. അപ്പോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 3 ടൈപ്പ് ലാംഗ്വേജ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എല്ലാ ആക്ടേഴ്സിനും ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ കഴിവ് കുറേ അധികം പുറത്തെടുക്കാൻ അതെ അതെ പുറത്തെടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വർക്കൗട്ട് ആയിട്ടുമുണ്ട്. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നില്ലേ? ഓക്കെ. ഇനിയുള്ള പ്ലാൻ, അതായത് പ്രൊമോഷൻ്റെ പ്ലാനുകളൊക്കെ എന്താണ്? പ്രൊമോഷൻ ഇതുപോലെ തിയേറ്റർ ഇനി നമുക്കായിട്ട് അധികം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പടം കണ്ട ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ പോയിക്കോളൂ, ആൾക്കാർ തന്നെ വന്ന് കണ്ടോളൂ. ഓക്കെ. അപ്പോൾ ഇന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു തിയേറ്ററുകളൊക്കെ. അപ്പോൾ അതിലൊക്കെ ഹാപ്പി അല്ലേ ഇപ്പം? ഓക്കെ. ടെൻഷൻ പോയി കിട്ടി. ഓക്കെ ഓക്കെ. രാവിലെ ഭയങ്കര ടെൻഷനായിരുന്നില്ല കണ്ടപ്പോ. അല്ല, ചിത്രേച്ചിനെ കണ്ടപ്പോ തന്നെ രാവിലെ ഭയങ്കര ടെൻഷനിലായിരുന്നു. നമ്മൾ ആ പടം തുടങ്ങാൻ പോണതിന് മുന്നേ ഓട്ടോയിലിരുന്ന് പറഞ്ഞപ്പോഴൊക്കെ. ഇപ്പൊ ഭയങ്കര കൂളായി തെളിഞ്ഞു നിൽക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സുരേഷ് ചേട്ടന്റെ കൂടെ ഉള്ള സുമലതയുടെ എക്സ്പീരിയൻസ്? സുമലത നന്നായി ചെയ്തു, സുരേഷൊക്കെ നന്നായി ചെയ്തു. നമ്മുടെ ചാക്കോച്ചനെ വിട്ടുപോരുത്. ചാക്കോച്ചനെ വിട്ടുപോരുത്.
നമ്മുടെ പ്രണയത്തിന്റെ ഐശ്വര്യം അതെ 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 ആ ഗന്ധർവൻ ആ ഗന്ധർവൻ ഇനി കഥ പുറത്തു പോകും. കൂടുതൽ പറഞ്ഞ കഥ ഓർത്തിട്ടു. ഓക്കെ ഓക്കെ എനിക്ക് അപ്പൊ പേടിയുണ്ടായിരുന്നത് നമ്മുടെ ഭാഷ, കാരണം ഞാൻ പയ്യന്നൂർക്കാരനാണ്. അപ്പോൾ നമ്മുടെ ഭാഷ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എത്ര പേർക്ക് കണക്ട് ആവുമെന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ജിനിച്ചേട്ടൻ, ജിനി ജോസഫ്, പുള്ളി ഫസ്റ്റ് ഒരു ഷൂട്ടിൽ ഞാൻ കണ്ടു. ആദ്യമായിട്ടാണ് അന്നാണ് ഞാൻ പുള്ളിനെ കാണുന്നത്. അപ്പോൾ അന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം ഞാൻ പുള്ളിയുടെ അടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ധനേഷ് എനിക്കറിയാം, മറ്റേ പട്ടി ബിരിയാണി ഡയലോഗ് പറഞ്ഞ ആളല്ലേ. ഞാൻ പട്ടി ബിരിയാണി, ആ പട്ടി ബിരിയാണി ഡയലോഗ് ഓക്കെ ഓക്കെ എന്താ സംഭവം? അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഡയലോഗ് ഞാൻ പട്ടിക്കഞ്ഞി എന്ന് പറയുന്നത്. ആ ശരി പഷ്ണിക്കഞ്ഞി എന്ന് പറയുന്നത് പറയുന്നുണ്ട്. അപ്പൊ അത് പുള്ളി വിചാരിച്ച അതെന്തോ കഴിക്കാനുള്ള എന്തോ സാധനത്തിൽ വെട്ടി എന്തോ പട്ടി ബിരിയാണി എന്നായിരുന്നു പുള്ളിയുടെ മൈൻഡിൽ. കാരണം പഷ്ണി കഞ്ഞി. അതെ 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 അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊരു ടെൻഷനായിരുന്നു, ഇവിടെ ഉള്ളവർക്കിനോട് ഭാഷയുടെ പ്രശ്നം വരുമോ. പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല, ആൾക്കാരെ നല്ലപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ അപ്പൊ ചിത്രയുടെയും എല്ലാവരുടെയും ഒരു വലിയൊരു ഹിറ്റിലേക്ക് മാറട്ടെ, ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ള ലെവലിലേക്ക് മാറട്ടെ ഈ സിനിമ എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു